ഒക്കൽ പഞ്ചായത്തിലെ വല്ലം ചൂണ്ടിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനി പ്രശ്നം അനധികൃത നിർമ്മാണം നടത്തിയതായി കണ്ടെത്തിയ രേഖകളുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളെ പ്രസിഡന്റ് പി.കെ. സിന്ധു അപലപിച്ചു. കമ്പനിക്കെതിരെ നടക്കുന്ന ജനകീയ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. ഒക്കൽ പഞ്ചായത്തിലെ വല്ലം ചൂണ്ടിയിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് മതിയായ അനുമതി രേഖകളില്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. 1994 കേരള പഞ്ചായത്ത് രാജ് അനുബന്ധ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി കമ്പനി കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണം നടത്തിയതായി കണ്ടെത്തിയെന്ന രേഖകളുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. 15-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇതേപോലെ തന്നെ പോയി അടയ്ക്കാനായിട്ടുള്ള എല്ലാം ഇത് കൊടുത്തു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു റിട്ടേർഡ് അപ്പീൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്നു. അപ്പോൾ സെക്രട്ടറിക്ക് എന്ന് വെച്ചാൽ നിയമവശങ്ങളും അവർക്കും അഡ്വക്കേറ്റുമാർക്ക് അത് കൂടുതലായിട്ട് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിച്ച് അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ട്രൈബ്യൂണൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോൾ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ലായിരുന്നു. ആ ഫോൺ എടുത്തെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അടച്ചേനെയത്. അപ്പോൾ അടയ്ക്കാനായിട്ട് പോയപ്പോൾ നമുക്കത് അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തിരിച്ച് പിന്നെ വന്ന് ഞങ്ങൾ വൈകുന്നേരം സാറിനെ വിളിച്ച് നിയമോപദേശം തേടിയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇതേപോലെ തന്നെ രാവിലെ ഒരു പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായി കമ്പനി ട്രേഡ് യൂണിയൻ്റെ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും അവിടെ പോയി കൂട്ടാനായിട്ട്. അങ്ങനെ കൂട്ടാനായിട്ട് പോയി നിൽക്കുന്നപ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. സെക്രട്ടറിയെ തടസ്സപ്പെടുത്തി. അങ്ങനെ സെക്രട്ടറിയെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് ഞങ്ങൾ പോയത്. കഴിഞ്ഞ 15-ാം തീയതി നമ്മൾ പോയതും പോലീസ് പ്രൊട്ടക്ഷനോടെ തന്നെയാണ്. അന്ന് നമുക്ക് കൂട്ടാൻ കഴിഞ്ഞില്ല. നമ്മൾ തിരിച്ചു വന്നു. തിരിച്ച് 16 ഇന്നലെ വൈകുന്നേരം നമ്മൾ നാട്ടിലേക്ക് പോയപ്പോഴും നമ്മളെ തടഞ്ഞു. ആ തടഞ്ഞിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തടഞ്ഞപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തേക്കുവാണ്. ഈ കൂട്ടിച്ചേർക്കലുകൾ പൊളിച്ചു നീക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. തുടർന്ന് കമ്പനി ഉടമ കോടതിയെ സമീപിക്കുകയും ഉടമയുടെ വാദങ്ങൾ കേട്ട് പരിഹാരമുണ്ടാക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതുമാണ്. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റവന്യൂ രേഖകൾ പ്രകാരവും ഡേറ്റാ ബാങ്ക് പ്രകാരവും നിലമാണ് എന്നും രേഖകളിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് 8/6/2026 ഉടമയെയും പരാതിക്കാരെയും നേരിൽ കണ്ട് നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചുവെന്നും പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടുവെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലൈവുഡ് കമ്പനിയാണ് ആശീർവാദ്. ആ ഭാഗത്തെ ട്രേഡ് യൂണിയനുകളും കമ്പനി ഉടമകളുമായി തൊഴിൽ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നെ വന്ന് കണ്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ ഞാനും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്തിൽ വെച്ച് ചർച്ചയ്ക്ക് പലവട്ടം വിളിച്ചിരുന്നു. എന്നാൽ യൂണിയൻ പ്രതിനിധികൾ വന്നു, നിശാന്ത് വന്നില്ല. കമ്പനി ഉടമ നടത്തിയ പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സിന്ധു ടീച്ചർ പേഴ്സണലായി കാണുന്നുമെന്ന് തെറ്റായ ഉദ്ദേശത്തോടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതിൽ എൻ്റെ പ്രതിഷേധ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി പ്ലൈവുഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് കമ്പനിക്കെതിരെ ആദ്യ പരാതി ലഭിച്ചത് 3/10/2025 അപ്പോൾ ഈ ഭരണസമിതി അല്ല അന്ന് 3/10/2025. 7/10/2025 പഞ്ചായത്ത് ആദ്യമായിട്ട് നോട്ടീസ് നൽകുകയാണ് നമ്മൾ. അങ്ങനെ സ്ഥലപരിശോധന നടത്തി. അതിൽ 7/10/2025 നമ്മൾ സ്ഥലപരിശോധന നടത്തിയത്. അന്ന് പിന്നീട് അവർ ഒരു മറുപടി തന്നു. ആ മറുപടിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത് 100 HP കൂടുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ രേഖകളിൽ നിന്നും കൂടുതലായിട്ട് അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് പരാതി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ പോയി നോക്കി. അപ്പോൾ കറക്റ്റാണത്. 100 HP കൂടുതൽ ഹോഴ്സ് ഉണ്ടെന്ന് പഞ്ചായത്തിന് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കെട്ടിടം 144.4 m² ആണുള്ളത്. അത് പഞ്ചായത്തിൽ അവരുടെ രേഖകളിൽ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് നമ്മുടെ പഞ്ചായത്തിന് അത് ബോധ്യപ്പെട്ടു. അങ്ങനെ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തതിൽ അതിൽ പിന്നീട് അവർ ഇപ്പോൾ 7/10 നമ്മൾ ഫസ്റ്റ് നോട്ടീസ് കൊടുത്തത്. പിന്നീട് നമുക്ക് 14/10/2025 മറുപടി തന്നു. അവർ തന്ന മറുപടിയിൽ അത് 2000 മുതൽ ചെറുകിട വ്യവസായ യൂണിറ്റായി പ്രവർത്തിക്കുന്നതാണ്. KCB ട്രാൻസ്ഫോമർ നിലവിലുണ്ട്. കൂടുതൽ മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡ് ബൈ ആയിട്ടാണ്. അതുപോലെ തന്നെ PCB ഫയൽ പഞ്ചായത്ത് ലൈസൻസ് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ അതിൽ
ഇത് 2008 തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ വരുന്ന മുമ്പ് കെട്ടിടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ ഇത് കൂടുതൽ കെട്ടിടം ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മറുപടി ഒഴുക്കാനായിട്ട് അവർ തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 21/10/2025 കെട്ടിടം പഞ്ചായത്ത് രേഖയിലുള്ളതിൽ കൂടുതൽ ഉണ്ടെന്ന് കാണിച്ച് പൊളിച്ചു മാറ്റുന്നതിന് കമ്പനിക്ക് വീണ്ടും നമ്മൾ കത്ത് നൽകുകയാണ്. ഞങ്ങളുടെ നിഗമനത്തിൽ ഇത് കൂടുതലുണ്ട്, പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. എന്നാൽ കെട്ടിടം പൊളിച്ചു കളയാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരമില്ല. 2019 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം അനധികൃത നിർമ്മാണം ക്രമവൽക്കരിക്കുന്നതിനും നിർവാഹമില്ല. ഈ സാഹചര്യത്തിലാണ് ആശീർവാദ് പ്ലൈവുഡ്സ് എന്ന ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് അധികൃതർ മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നിയമലംഘനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കമ്പനി ഉടമയെ അറിയിച്ചുവെന്നും മുൻകാല ഭരണസമിതി നിയമ നടപടികളുമായി മുന്നോട്ടു പോയെന്നും പ്രസിഡന്റ് പറയുന്നു. അങ്ങനെ 10/11/2025 ക്രമവൽക്കരിക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കമ്പനിക്ക് നമ്മൾ കത്ത് നൽകുകയാണ്. അങ്ങനെ 11/11/2025 ഭൂമി സർവേ നമ്പറിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് സർവേ നമ്പർ വ്യത്യാസമുണ്ട്. ആദ്യമുള്ള കമ്പനിയും ഇയാളുടെ പേരും ആ സർവേ നമ്പർ വ്യത്യാസം ഒന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 11/11/2025 ഭൂമിയുടെ സർവേ നമ്പർ വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് കമ്പനിക്ക് കത്ത് നൽകി. അങ്ങനെ 4/12/2025 ബിസ്മി നിഷാദ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനെതിരെ സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയാണ്. പിന്നെ അദ്ദേഹം സ്റ്റേ ഓർഡർ നമ്മൾ കൊടുത്ത നോട്ടീസിനെതിരെ അവർ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു. 22/12/2025 രണ്ട് കക്ഷികളെയും നേരിൽ കേട്ട് ഉചിത തീരുമാനം കൈക്കൊള്ളുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതി ഉത്തരവ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പിന്നീടാണ് അടുത്ത കമ്മിറ്റിയിലേക്ക് നമ്മൾ വന്നത്. ആ സമയത്താണ് ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോഴാണ് നമ്മളെ ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രതിനിധികൾ വന്ന് കണ്ടിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് എന്നൊക്കെ എന്നോട് സംസാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ, അല്ല അവരെ വിളിച്ചിട്ട് സെക്രട്ടറി സാന്നിധ്യത്തിലാണ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സാന്നിധ്യത്തിലാണ് അവരോട്. അപ്പോൾ നമുക്ക് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ വന്നു, നമ്മൾ വിളിച്ചിട്ട് വന്നില്ല എന്ന്. അങ്ങനെ 11/2/2026 ഇരു കൂട്ടർക്കും കത്ത് നൽകുകയാണ്. എന്ന് വെച്ചാൽ ആ കത്ത് പോയിട്ട് കത്ത് നൽകിയപ്പോൾ അവർ നേരിൽ കാണാനായിട്ട് വിളിക്കുമ്പോഴും അവർ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കില്ല എന്നാണ് ഈ കമ്പനി ഉടമകൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ 12 മണിക്കും ഒരാളെ 3 മണിക്കും 2 രീതിയിലാണ് സെക്രട്ടറി എടുത്ത് ചർച്ച നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി തീരുമാനമെടുത്തു. അനധികൃത നിർമ്മാണം നടത്തിയ ഭാഗം പൊളിച്ചു നീക്കണമെന്ന് സെക്രട്ടറി നിർദ്ദേശിച്ചു. അങ്ങനെ 27/2/2026 ആദ്യമുള്ള ഭാഗം പൊളിച്ചു മാറ്റുന്നതിന് അന്തിമ ഉത്തരവ് സെക്രട്ടറി കമ്പനിക്ക് നൽകി. 28/2/2026 അനധികൃതനിർമ്മാണം പൊളിച്ചു നീക്കുന്നതിന് സെക്രട്ടറി അന്തിമ ഉത്തരവും കൂടി പിന്നെ നൽകുകയാണ് ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ഉത്തരവ് അതിൽ 27 ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, 28 അത് ഒരു പാർട്ടായിട്ട് വേറൊരു ഉത്തരവും കൂടി കൊടുത്തിട്ടുണ്ട്. 23/3/2026 പഞ്ചായത്ത് ലൈസൻസ് റദ്ദ് ചെയ്തു. 30/3/2026 അതുപോലെ തന്നെ പ്രവർത്തനം 30/3/2026 കമ്പനി പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് പഞ്ചായത്ത് കൊണ്ടുപോയി നോട്ടീസ് പതിപ്പിക്കുകയാണ്. അന്ന് തന്നെ അത് ട്രൈബ്യൂണൽ ഉത്തരവ് ലഭിക്കുകയാണ് അവർക്ക്. അവർ നേരത്തെ അത് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ തന്നെ പഞ്ചായത്തിൽ കൊണ്ടു തന്നു അവർ. അങ്ങനെ 5 ദിവസം നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന് ഈ തീയതിയിൽ തന്നെ ബിസ്മി നിഷാദ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അപ്പീൽ സമർപ്പിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തേക്ക് നടപടിയൊന്നും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അപ്പീൽ വെച്ചു. ആ അപ്പീല് ഈ ബിസ്മി നിഷാദാണ് ഒരു അപ്പീൽ നമുക്ക് വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് 18/5 ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോഴും ഞങ്ങൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാരൊന്നും അവിടെ കണ്ടിട്ടില്ല. ഇപ്പം പഞ്ചായത്ത് മെമ്പറാണ് അവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ 18-ാം തീയതി ഒന്ന് പോയി ആ സ്ഥലത്ത്. അങ്ങനെ 18/5/2026 പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയൊരു സ്ഥലം സന്ദർശിച്ചു. അല്ലെ 19/5/2026 ഈ ഒരു അജണ്ട നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് ഇട്ടു. ഈ ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളെ പ്രസിഡന്റ് PK സിന്ധു അപലപിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് KO ജോണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി പീറ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MR ഷഹാന, വാർഡ് മെമ്പർമാരായ അമ്പിളി ജോഷി, MK രാജേഷ്, ഫൗസിയ സുലൈമാൻ എന്നിവർ പങ്കെടുത്തു.
അങ്ങനെ അജണ്ട വെച്ച് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൽ 8-2 അവർ കോടതിയുടെ നിർദ്ദേശം കൂടി ഉണ്ടായി അതിൽ. കാരണം അപ്പോൾ അവർ തന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 8/6/2026 കമ്മിറ്റിയിലേക്ക് ഇരു കക്ഷികളെയും നമ്മൾ വിളിപ്പിച്ചു. കാരണം അവർക്ക് ഈ അപ്പീൽ പഞ്ചായത്ത് സെക്രട്ടറി റദ്ദ് ചെയ്യാനായിട്ടാണ്, ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ട് കൊടുത്തല്ലോ അവർക്ക്. അപ്പോൾ 2 കൂട്ടരെയും കേൾക്കാനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി അവർക്ക് സമയം കൊടുത്താണ് 8/6. അത് മാത്രം അജണ്ട ഉണ്ടായുള്ളൂ. ആ അജണ്ട വെച്ച് അവരെ വിളിക്കുകയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഈ 8/6/2026 അവർ അപ്പീൽ കമ്മിറ്റി ഐകകണ്ഠേനെ തള്ളിക്കളഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്ത് ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ അവർ അപ്പീൽ തള്ളുകയാണ് ചെയ്തത്. അവരുടെ കമ്മിറ്റിയുടെ ആ ലൈസൻസ് നമ്മൾ റദ്ദ് ചെയ്തു. അതിൽ 15/6/2027 ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അവർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊരു ലെറ്റർ അവർ തന്നു. പക്ഷേ നമ്മൾക്ക് കോടതിയിൽ നിന്ന് നമുക്ക് യാതൊരു ഉത്തരവ് അതിനെക്കുറിച്ച് നമുക്ക് തന്നിട്ടില്ല. അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർ തന്നിരുന്നു, പക്ഷേ നമുക്ക് കോടതിയിൽ നിന്ന് ഉത്തരവ് വരണം. അങ്ങനെ ഒരു ഇതും നമുക്ക് കോടതിയിൽ നിന്ന് നമുക്ക് നമ്മുടെ അഡ്വക്കേറ്റും പറഞ്ഞു കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉത്തരവേ ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22/6/2026 ബിസ്മി നിഷാദിൻ്റെ അപ്പീൽ കമ്മിറ്റി തള്ളിക്കൊണ്ട് നമ്മൾ കമ്മിറ്റി തീരുമാനം ബിസ്മി നിഷാദിന് നൽകി. അങ്ങനെ 22/6/2026 കെട്ടിടം അനധികൃതമാണെന്നും റെഗുലൈസ് ചെയ്യണമെന്നും പിന്നീട് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനധികൃത നിർമ്മാണം എന്ന് കണ്ടു കഴിഞ്ഞാൽ തണ്ണീർത്തട നിയമം ഇത് ലംഘിച്ചുകൊണ്ടാണ് അവർ പണിതിട്ടത്. അങ്ങനെ അനധികൃത നിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചായത്തിൽ 235A പ്രകാരം അധിക ഫീസ് 3 ഫീസ് നമുക്ക് ഈടാക്കാം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടീസ് അവർക്ക് കൊടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.